महाराष्ट्र में पुणे के पिंपरी चिंचवड़ में ऑटो चलाने वाले गणेश नानेकर ने अपनी गाड़ी में कई तरह के पौधे लगाए हैं। उन्होंने अपने ऑटो को मोबाइल गार्डन में बदल दिया है। गणेश ने कहा कि उन्हें और उनकी पत्नी को पौधे काफी पसंद हैं। ഓട്ടോ में पौधे लगाने की उनकी नायाब पहल की मुसाफिर जमकर അഭിരാമിയാണ് നമുക്കിപ്പം ഉള്ളത്. അഭി, നമ്മൾ ഈ ചൂട് കൂടിയ സമയത്ത് ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ മനുഷ്യന്റെ ഓരോ പ്രവർത്തികളുമാണ് ഇത്തരത്തിൽ കാലാവസ്ഥ വ്യതിയാനത്തിനൊക്കെ കാരണം. നമ്മൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതും ഒക്കെയാണ് ഇങ്ങനെ കാലാവസ്ഥ ഇത്രയും മോശമാവാനുള്ള കാരണം എന്നുള്ള രീതിയിൽ പരിസ്ഥിതിവാദികളൊക്കെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഈ ഓട്ടോ തന്നെ ഒരു ഗാർഡൻ ആക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ എവിടെയൊക്കെ ചെടി വെക്കാൻ പറ്റോ ആ ഭാഗത്തൊക്കെ ചെടി നിരത്തി വളരെ ഒരു ഹരിത ഓട്ടോ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹം. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ അഭിരാമി? സേതു, നമ്മൾ പൊതുവേ ഓട്ടോറിക്ഷയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് വല്ലാത്ത ഒരു വിമിഷ്ടം നമുക്ക് തോന്നും. അത്രയ്ക്ക് ചൂടാണ്, പുറത്തുനിന്നുള്ള ചൂടും അതിനുള്ളിലെ ചൂടും ഒക്കെ ആയിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും. അങ്ങനെ ഉള്ള ഒരു യാത്രയിൽ ആ ചൂടിനൊരു പരിഹാരം കണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നുള്ള ഓട്ടോ ഡ്രൈവറായ ഗണേഷ് നാനേക്കർ. അദ്ദേഹത്തിന് ചെടികളോട് വളരെ ഇഷ്ടമാണ്. അങ്ങനെ ആദ്യം തൻ്റെ ഒരു കൗതുകത്തിന് ഓട്ടോ ഒന്ന് അലങ്കരിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു 2 ചെടികൾ അദ്ദേഹം ആ ഓട്ടോയിൽ സ്ഥാപിക്കുകയാണ്. അങ്ങനെ പോയപ്പോൾ ആൾക്കാരുടെ ഇടയിൽ നിന്നൊക്കെ നല്ല പ്രതികരണം വന്നു തുടങ്ങി. ഇത് കൗതുകത്തോടെ ആൾക്കാർ നോക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ആശയം തോന്നിയത്, എന്തുകൊണ്ട് കൂടുതൽ ചെടികൾ ഓട്ടോയിൽ വെച്ച് പിടിപ്പിച്ചുകൂടാ, അപ്പോൾ ഓട്ടോയിൽ കയറുന്ന ആൾക്കാർക്കും ഒരു ആശ്വാസമാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണ്. അങ്ങനെ ചെടിച്ചട്ടിയിൽ ചെടികൾ സ്ഥാപിച്ച് ഓട്ടോയിൽ നിറയെ ചെടികളായി. അദ്ദേഹത്തിൻ്റെ യാത്രക്കാരും പറയുന്നുണ്ട് വളരെ സന്തോഷം, ഈ ഒരു ചൂടുകാലത്ത് അദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ കയറുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നില്ല, ഈ ചെടികളുടെയൊക്കെ ഈ ഒരു തണലിൽ അങ്ങനെ യാത്ര ചെയ്യാൻ വളരെ സുഖമാണെന്ന്. പിന്നെ ഈ ചെടികളിലൊക്കെ ചെറിയ ചെറിയ പൂക്കൾ വരും, അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാം, അതിൻ്റെ ഒരു മണമൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ യാത്രക്കാരും ഹാപ്പിയാണ്. ഗണേഷ് പറയുന്നൊരു കാര്യമുണ്ട്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവർക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ മൊബൈലിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നടക്കുമ്പോൾ അല്ലെങ്കിൽ ചായ ഓടിച്ച് നടക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ ചെടികളെ പരിപാലിക്കുക, അങ്ങനെ ആ ചെടികളുടെ കൂടെ സമയം ചെലവഴിക്കുക, അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ഒഴിവ് സമയങ്ങളൊക്കെ ചെലവഴിക്കുന്നതെന്ന് ഗണേഷ് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള പല മാതൃകകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓട്ടോയിൽ അതുപോലെ വാനിലൊക്കെ ഇത്തരത്തിൽ ചെടികൾ നട്ടുപിടിപ്പിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ തത്സമയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാട്ടിൽ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചൂട് സഹിക്കാൻ വയ്യാതെ കാറിന് മുകളിൽ ഓല കെട്ടിവെച്ച് യാത്ര ചെയ്യുന്ന ഒരു കാർ ഡ്രൈവറെ കുറിച്ചുള്ള വാർത്ത നമ്മൾ തത്സമയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഇങ്ങനെ ചൂട് വർദ്ധിക്കുകയാണ്. അപ്പോൾ അതിനെ തരണം ചെയ്യാൻ മരങ്ങൾ, ഇപ്പോൾ വഴിയിലൊക്കെ ആണെങ്കിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് എങ്ങനെയെങ്കിലും ഈ ചൂടൊന്ന് കുറയ്ക്കാൻ, ആ ചൂടിന് ചെറിയൊരു ആശ്വാസമെങ്കിലും ആകുമെങ്കിൽ അത്രയും ആയല്ലേ ചെയ്തു.